السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അവൻ്റെ ലിഖാവ് ലഭിക്കുന്ന അടിമകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. തയമ്മുമിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അത് ഏഴാണ്. അത്തസ്മിയതു ഫി അവ്വലിഹി, വുളൂവിൻ്റെ പോലെ തന്നെ ആദ്യത്തിൽ ബിസ്മിയല്ല. വതർതീബ്, വഴിക്ക് വഴി ചെയ്യാം. അത് ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്. സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്. വൽ മുവാലാത്ത്, അതുപോലെ തന്നെ വഴിക്ക് വഴി ചെയ്യാന്നല്ല, തുടർച്ചയായി ചെയ്യുക. നിർബന്ധമല്ല, സുന്നത്താണ് ഷാഫി മദ്ഹബിലെ പോലെ. ഇഖ്ബാലുൽ ലദീനി ബഅദ വളൈഹിമാ ഫി തുറാബി വഇദ്ബാരിഹി, മണ്ണിൽ വെച്ചതിന് ശേഷം രണ്ട് കൈ മുന്നോട്ട് കൊണ്ടുവരിക. ഇഖ്ബാലുൽ ലദീൻ, നമ്മൾ മണ്ണിൽ ആ രണ്ട് കൈ വെച്ചതിന് ശേഷം, അത് കമിഴ്ത്തിയല്ലേ മണ്ണിൽ വെക്കുക, എന്നിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ നേരെ മുഖത്തേക്ക് മുന്നിടിച്ചുകൊണ്ടാണ് കൊണ്ടുവരേണ്ടത്. കാരണം മണ്ണ് അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി. ഇഖ്ബാലുല്ലദീന്, രണ്ട് കൈകളെ മുഖത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. ബഅദ വളൈഹിമ ഫി തുറാബി, മണ്ണതിൽ വെച്ചതിന് ശേഷം. ഇങ്ങോട്ട് ഇദ്ബാറുഹുമ, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യുക, ഇദ്ബാറിലും കൊണ്ടുപോവുക. നേരെ തിരിച്ചു പിടിച്ചുകൊണ്ടും കൊണ്ടുവരിക. ഇനി എന്താണ് അടുത്തത്? നഫ്ലുഹുമ, അങ്ങനെ മണ്ണെടുത്തതിന് ശേഷം അതിനൊന്ന് തട്ടിക്കൊടയലും സുന്നത്താണ്. കാരണം കയ്യുമ്മൽ മണ്ണുണ്ടാവും. അപ്പം മുഖത്തടിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ മണ്ണ് മുഖത്ത് പുരളും. അങ്ങനെ പുരളാതിരിക്കാൻ വേണ്ടി മെല്ലെ തട്ടുക. അങ്ങനെ സുന്നത്തുണ്ട്. ഇനി അടുത്തത് തഫ്രീജുൽ അസാബി, വിരലുകൾ വിടർത്തിയായിട്ടാണ് അടിക്കേണ്ടത്. കാരണം അതിൻ്റെ വിരലിൻ്റെ വിടവുകളിലേക്ക് മണ്ണ് ആവാൻ വേണ്ടി. വനുദിബ തഖീറു തയമ്മുമി ലിമൻ യർജുൽ മാഅ ഖബല ഖുറൂജിൽ വഖ്തി, പെട്ടെന്ന് തയമ്മും ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. വെള്ളം കിട്ടാത്ത ഒരാൾ വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ, എപ്പോൾ കിട്ടുമെന്ന്, സമയം പുറപ്പെടുന്നതിന് മുമ്പ്, പറഞ്ഞാൽ ഖളാണതിന് മുമ്പ് വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നയാൾക്ക് തയമ്മുമിനെ പിന്തിക്കലാണ് സുന്നത്ത്. നിർബന്ധമൊന്നുമില്ല, സുന്നത്ത് പിന്തിക്കലാണ്. വെള്ളം കിട്ടുന്ന പ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിൽ പിന്തിക്കൽ സുന്നത്തൊന്നുമില്ല. ഇനി സമയം പുറപ്പെടുന്നതിന് മുമ്പ് വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളവർക്ക് തയമ്മുനെ പിന്തിക്കലാണ് സുന്നത്ത്. മുസ്തഹബായ സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുസ്തഹബായ സമയം പുറപ്പെടുക എന്ന് പറഞ്ഞാൽ, മുസ്തഹബായ സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുസ്തഹബായ സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമയം പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഖളാ ആകുക എന്നല്ല, സുന്നത്തായ സമയം പുറപ്പെടുന്നതിന് മുമ്പ്. ഇനി വജിബു, പിന്തിക്കൽ നിർബന്ധമാണ്. ലിത്തഖീരി, അത്തഖീറു, പിന്തിക്കൽ നിർബന്ധമാണ്. ബിൽ വഅദ് ബിൽ മായി, വെള്ളം നൽകുമെന്ന് വാഗ്ദാനമുണ്ടെങ്കിൽ. അതായത് വെള്ളം ഞാൻ തരാമെന്നൊരാൾ പറഞ്ഞു, അയാളെ കയ്യിൽ വെള്ളം ഉണ്ട്, അങ്ങനെ ആകുമ്പോൾ പിന്തിക്കൽ നിർബന്ധമാണ്. വലു ഖാഫൽ ഖളാ ആകുമെന്ന് ഭയപ്പെട്ടാൽ പോലും. തയമ്മും ജായിസാണല്ലോ. വജിബു തഖീറു ബിൽ വഅദി ബിസ്സൗബി. ഇനി കൂട്ടത്തിൽ പറയാണ്, വസ്ത്രം, അതേമാതിരി സിഖാ, വെള്ളപ്പാത്രമൊക്കെ നൽകാമെന്ന് പറഞ്ഞാലോ, കയറ്, മുർത്തുട്ടി പോലെയുള്ളത്. വെള്ളമുണ്ട്, പക്ഷേ വസ്ത്രത്തിൻ്റെ കാര്യം പറയുന്നത്. വസ്ത്രമില്ലാത്ത ഒരാൾക്ക് വസ്ത്രം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താൽ പിന്തിക്കൽ നിർബന്ധമാണ്. വജിബു തഖീറു ബിൽ വഅദി ബിസ്സൗബി അവിസിഖായി, അല്ലെങ്കിൽ വെള്ളപ്പാത്രം.
മാലം യഖഫ് അൽ ഖളാവുമെന്ന് ഭയപ്പെടില്ലെങ്കിൽ. ഈ തയമ്മുമിൻ്റെ അവിടെ ഖളാ ആയാലും ബിന്ദിക്കണം എന്നാണ്. അത് വസ്ത്രത്തിൻ്റെയും വെള്ളത്തിൻ്റെ പാത്രം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിന് ഖളാ ആകൂലെങ്കിലേ ബിന്ദിക്കാൻ പറ്റുള്ളൂ. ഖളാ ആകുമെന്ന് ഭയപ്പെടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വസ്ത്രമില്ലാതെ തന്നെ നിസ്കരിക്കുക. കാരണം വസ്ത്രവും വെള്ളപാത്രവും വെള്ള കയറൊക്കെ വാങ്ങുക എന്നുള്ളതിൽ മിന്നത്തുണ്ടല്ലോ. വേജിബ് തൊലബുൽ മായി, വെള്ളം അന്വേഷിക്കൽ നിർബന്ധമാണ്. സ്വന്തമായിട്ട് വേറെ ആളെ വിട്ടിട്ട് ഇലാ മിഖ്ദാരി 400 ഖത്വത്തിൻ 400 ചവിട്ടടി ദൂരം വരെ വെള്ളം അന്വേഷിച്ച് പോകൽ നിർബന്ധമാണ്. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളമില്ല എന്ന് വെച്ചാൽ പോരല്ലോ. ഇലാ മിഖ്ദാരി 400 ഖത്വത്തിൻ ഇൻ ലന്ന ഖുർബഹു, അടുത്തുണ്ട് എന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ, മാലംനി വഴി സുരക്ഷിതമാകലോടൊപ്പം, ഇല്ല അങ്ങനെ വെള്ളം അടുത്തുണ്ട് എന്നുള്ള വിചാരമൊന്നുമില്ല, അല്ലെങ്കിൽ അടുത്തുണ്ട് ശത്രുഭയം ഉണ്ട്, അങ്ങനെ ആവുമ്പോൾ ഫലാ, അപ്പോൾ അന്വേഷിക്കേണ്ടതില്ല. വേജിബു തലബുഹു മിമ്മൻ ഹുവ മാഹു, ഇനി നമ്മളെ കൂടെയുള്ള ഒരാളെടുത്ത് വെള്ളമുണ്ട്, അയാളോട് ചോദിക്കാൻ നിർബന്ധമാണോ എന്നാ. വെള്ളത്തിൻ്റെ ക്ഷാമം അനുസരിച്ചാണ് അത് നോക്കുക. വേജിബു തലബുഹു, വെള്ളം ചോദിക്കൽ നിർബന്ധമാണ് മിമ്മൻ ഒരുത്തനോട്, ഹുവ ആ വെള്ളം മാഹു അവൻ്റെ അടുത്തുണ്ട്. വെള്ളമുള്ളവനോട് വെള്ളം ചോദിക്കാൻ നിർബന്ധമാണ്. ഇൻകാന ഫി മഹല്ലിൻ, ആ വെള്ളമാണെങ്കിൽ ഫി മഹല്ലിൻ ഒരു സ്ഥലത്താണെങ്കിൽ, ലാ തശിഹു ബിഹിൻ നുഫൂസ്, ആളുകൾ കൊടുക്കാൻ പിശുക്ക് കാണിക്കാത്ത ഒരു സ്ഥലത്താണ് എങ്കിൽ ചോദിക്കുന്നതിൽ മിന്നത്തൊന്നുമില്ലല്ലോ. സാധാരണ വെള്ളം കൊടുക്കുക എന്നുള്ളത് സാധാരണ സംഗതി ആയതുകൊണ്ട് ചോദിക്കൽ നിർബന്ധമാണ്. വൈലം യുഅ്തിഹി ഇല്ലാ ബിസമനി മിസ്ലിഹി, അപ്പോൾ അയാളത് ഒരു മാർക്കറ്റ് വിലക്കല്ലാതെ കൊടുക്കൂല എങ്കിൽ ലസിമഹു ഷിറാഹു ബിഹി, ആ മാർക്കറ്റ് വില കൊടുത്തിട്ട് വാങ്ങൽ നിർബന്ധവും ആണ്. അതേസമയത്ത് വെള്ളം ഇങ്ങനെ ഉദാരമായിട്ട് കൊടുക്കാത്ത സ്ഥലത്താണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട, ചോദിക്കൽ നിർബന്ധമൊന്നും ഇല്ല. പൈസക്കാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വെറുതെ ചോദിക്കൽ നിർബന്ധമൊന്നുമില്ല. പിന്നെ വെള്ളവും തൊട്ടിയും പാത്രമൊക്കെ ചോദിക്കാം. അപ്പോൾ കുപ്പി വെള്ളമേ ഉള്ളെങ്കിൽ ആ കുപ്പി വെള്ളം വാങ്ങൽ നിർബന്ധമാണെന്ന് മനസ്സിലാക്കാം. ഇൻകാന മാഹു ഫാദിലൻ നഫഖത്തി, പക്ഷെ വെള്ളം വാങ്ങൽ എപ്പോഴാണ് നിർബന്ധം? അവൻ്റെ ചിലവ് കഴിച്ച് ബാക്കി പൈസ ഉണ്ടെങ്കിൽ, ഇൻകാന പൈസയാണെങ്കിൽ, മാഹു അവൻ്റെ അടുത്തുള്ള പൈസയാണെങ്കിൽ, ഫാദിലൻ നഫഖത്തി അവൻ്റെ ചിലവ് കഴിച്ച് ബാക്കിയുള്ളതാണെങ്കിൽ, അപ്പം അപ്പോഴേ വെള്ളം വാങ്ങാൻ നിർബന്ധമുള്ളൂ. ഒന്ന് ഭയങ്കര നഷ്ടത്തിന് വാങ്ങണ്ട, മാർക്കറ്റ് വിലക്ക് കിട്ടിയാൽ വാങ്ങിയാൽ മതി. ഒന്ന് അവൻ്റെ ചിലവ് കഴിച്ചിട്ട് പൈസ വാങ്ങാനുണ്ടെങ്കിലേ വാങ്ങട്ടുള്ളൂ തോന്നുന്നു. വായുസല്യ ബിത്തയമ്മുമി, വൈസല്ലി ബിത്തയമ്മുൽ വാരി മാഷാമൽ, ഒരു തയമ്മു കൊണ്ട് ഇഷ്ടംപോലെ ഫർദ് നിസ്കരിക്കാം. വുളു കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നത് പോലെ തന്നെ വുളു പോലെയുള്ള ഒരു ബദലാണ് തയമ്മുമ് എന്നാണ്. അപ്പോൾ വുളു കൊണ്ട് പറ്റുള്ളതൊക്കെ തയമ്മു കൊണ്ട് പറ്റുന്നതാണ് ഹനഫി മദ്ഹബ്. ഷാഫി മദ്ഹബിൽ ഒരു വുളു കൊണ്ട്, ഒരു ഫർദ് കൊണ്ട്, ഒരു തയമ്മു കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. സുന്നത്ത് അത്രയും നിസ്കരിക്കാമെന്നാണ്. ഹനഫി മദ്ഹബ് എത്ര ഫർദും നിസ്കരിക്കാം. നവാഫിൽ ഇഷ്ടം പോലെ സുന്നത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിൽ സമയമായിട്ട് തയമ്മും ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങ് കൊടുത്തിട്ട്. എന്നാൽ വസഹ തഖ്ദീമുൽ വഖ്തി, സമയത്തിന് മുമ്പ് തന്നെ തയമ്മും ചെയ്യൽ സ്വഹിഹാണ്. വലൂ ഖാന, അത് കഴിഞ്ഞു കേട്ടോ. ഇനി എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്, എപ്പോഴാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. വുളു ആണെങ്കിലും കുളിയാണെങ്കിലും, വലൂ ഖാൻ അക്സറുൽ ബദനി, ശരീരം കൂടുതലും ജരീഹൻ മുറിവാണെങ്കിൽ, ശരീരം മുഴുവൻ എന്തുണ്ട്, അക്സറും അല്ലെങ്കിൽ നിസ്ഫഹു പകുതി ജരീഹൻ മുറിവുള്ളതാണെങ്കിൽ, കുളീൻ്റെ കാര്യത്തിൽ അങ്ങനെ, തയമ്മുമിൻ്റെ കാര്യത്തിലാണെങ്കിൽ തയമ്മുമിൻ്റെ അവയവങ്ങളിൽ മിക്കവാറും അവയവങ്ങൾ അല്ലെങ്കിൽ പകുതി അവയവങ്ങളിൽ മുറിവുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണ്ട, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എന്ത് ചെയ്താൽ മതി, തയമ്മും ചെയ്താൽ മതി. നമ്മുടെ ഷാഫി മദ്ഹബിൽ എന്താ നിയമം?
കഴുകാൻ പറ്റുന്ന സ്ഥലം കഴുകണം, കഴുകാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി തയമ്മം ചെയ്യണം എന്നല്ലേ? ഹനഫി മദ്ഹബിൽ എങ്ങനെയാണ്? പകുതിയിലധികമോ വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ ശരീരം പകുതിയോ അതിലധികമോ മുറിവുണ്ട്, വെള്ളം ചേർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. കുളിയാണെങ്കിലോ വുളൂആണെങ്കിലോ അവൻ്റെ അവയവങ്ങളിൽ പകുതിയോ പകുതിയിലധികമോ എന്തുണ്ട്? മുറിവുണ്ടെങ്കിൽ ഇപ്പം മുഖം, കൈ, തല, കാല് പകുതി അല്ലെങ്കിൽ പകുതിയിലധികം തയമ്മം ചെയ്താൽ മതി. അപ്പോൾ തലയിലും മുഖത്ത് 2 കയ്യിലും മുറിയുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? തയമ്മം ചെയ്താൽ മതി. ഇനി ഒരവയവത്തിൽ തന്നെ പകുതിയിലധികം മുറിവുണ്ടെങ്കിൽ എന്നും പരിഗണിച്ച ആൾക്കാരുണ്ട്. മൊത്തം അവയവം എടുക്കാതെ ഓരോ അവയവം എടുത്തിട്ട് ആ അവയവത്തിൽ കൂടുതൽ അങ്ങനെ പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ഇനി വൈങ്കാൻ അക്സറുഹു സഹിഹൻ, ഇനി അവയവത്തിൽ നിന്ന് കൂടുതലും സഹിയാണെങ്കിൽ, മുറിവില്ലാത്തതാണെങ്കിൽ ഗസ്സലഹു സഹീഹിനെ കഴുകണം. വമസഹൽ ജരീഹ, വെള്ളം കൊണ്ട് മുറിവുള്ള സ്ഥലം തടവാൻ പറ്റുമെങ്കിൽ, കെട്ടുണ്ടെങ്കിൽ കെട്ടിന് മേലെ തടവണം. പകുതിയിലധികം അപ്പോൾ ഒരു കയ്യിൻ്റെ പകുതിയിലധികം, ഇപ്പോൾ പ്ലാസ്റ്ററൊക്കെ ഇടൂലേ, അപ്പോൾ കുറച്ച് ഭാഗമാണില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അക്സർ സഹിയാണെങ്കിൽ കഴുകുക, മുറിവായ ഭാഗം എന്ത് ചെയ്യുക? അങ്ങനെ. മസഹൽ ജരിയ, മുറിവുള്ള ഭാഗം വെള്ളം കൊണ്ട് തടവണം. ഏതായാലും രണ്ടാലെന്നേ ഉള്ളൂ. വലാ യജ്മഉ ബൈനൽ ഗസ്ലി വത്തയമ്മ, കഴുകലും തയമ്മം രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടേണ്ടതില്ല. ബദലും മുബദലും രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടേണ്ട ആവശ്യം ഇല്ല. ഇനി യൻഖുദുഹു, തയമ്മുമിനെ ബാത്തിലാക്കും. നാഖിദുൽ വുളൂഇ, വുളൂവിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളൊക്കെ തയമ്മുമിനെയും ബാത്തിലാക്കും. അസ്ലിന് നാഖിദ് അതിൻ്റെ ഖലഫിന് നാഖിദല്ലേ, പകരത്തിനും. വൽ ഖുദ്റത്തു അൻ ഇസ്തിമാലിൽ കാഫി, മതിയായ വെള്ളം ഉപയോഗിക്കാൻ ഒഴിവുണ്ടായി, അപ്പോഴും തയമ്മുമിനെ ബാത്തിലാക്കും. വെള്ളമില്ലാതെ എന്ത് ചെയ്യുന്നു? തയമ്മും ചെയ്യാൻ നിൽക്കിയിരുന്നു, അപ്പം വെള്ളം കിട്ടി. വൽ ഖുദ്റത്തു, വെള്ളത്തിന് സാധിച്ചു. അൻ ഇസ്തിമാലി മായിൽ കാഫി, ഒറ്റവട്ടം മുതലുണ്ടാക്കാനുള്ള കാര്യം മതി. ഇപ്പോൾ മഖ്തൂൽ ലദൈനി വരിജിലൈനി ഇദാക്കാൻ വജീഹി ജിറാഹത്തുൻ. ഇനി മറ്റു മസല, 2 കയ്യും കാലും ഇല്ലാത്തൊരു വ്യക്തി ഇദാക്കാൻ വജീഹി ജിറാഹത്തുൻ, മുഖത്ത് മുറിവുണ്ടായാൽ യുസല്ലി, അവൻ നിസ്കരിക്കണം. ബിലാ തഹാറത്തിൻ, തയമ്മും ചെയ്യണ്ട, വുളൂഉൻ ചെയ്യണ്ട. വലാ യുഈദു, നിസ്കാരം അടക്കുകയും ചെയ്യണ്ട എന്നാണ് അസ്വഹായ അഭിപ്രായം. 2 കയ്യും കാലും മുറിക്കപ്പെട്ട വ്യക്തി മുഖത്ത് മുറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? തയമ്മും ചെയ്യണ്ട. നിസ്കാരം അടക്കുകയും വേണ്ട. ഇനി ഖുഫ തടവുന്ന മസലയാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.